വണങ്ങി കുമ്മിയടിച്ച് വണങ്ങി കുമ്മിയടിച്ച് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലിംസ് ഓഫ് സഫാരി. അപ്പൊ ഇന്ന് നമ്മുടെ 7ാമത്തെ ഓണ സെലിബ്രേഷൻ ആണ്. സൗണ്ടൊക്കെ പോയി, ഓരോ പരിപാടി കഴിയുന്തോറും ബഹളം ഉണ്ടാക്കി, ഒച്ച ഉണ്ടാക്കി, സൗണ്ടൊക്കെ പോയി. ഇപ്പൊ ഈ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. സൗണ്ടൊക്കെ വളരെ കുറവാണ്. അപ്പൊ നമുക്ക് പരിപാടിക്ക് പോകാൻ ടൈമായി. വേഗം ഓടി പോവാ. അപ്പൊ എല്ലാരും റെഡിയായി, കൊറേ പേരൊക്കെ പോയി, ബാക്കിയുള്ളവരൊക്കെ റെഡി. ഇറങ്ങിക്കോ. അങ്ങനെ നമ്മൾ നമ്മുടെ പരിപാടി സ്ഥലത്ത് എത്തി ഗൈസ്. സൈഡിലൊക്കെ നോക്കി കുർത്തോലൊക്കെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് കറക്റ്റ് ഒരു ഓണം വൈബില് ഫുള്ള് സ്ഥലവും സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് മേളിലാണ് അത്തക്കളൊക്കെ ഇട്ടേക്കണത്. നമുക്ക് താഴെ പോയി ആൾക്കാരെ കണ്ടിട്ട് മേളിലോട്ട് പോവാം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ബ്രൈറ്റ് അടുത്ത ഓണത്തിന് പിടിക്കും. പ്രാർത്ഥന തുടങ്ങിയപ്പോ അവൻ ഇറങ്ങിപ്പോ. അവിടെ പോണ്ട, പ്രാർത്ഥന തുടങ്ങിയപ്പോ. വീഡിയോ അയ്യോ വരണമേ ഹൃദയത്തിൽ നമ്മുടെ സദ്യക്കെല്ലാം നമ്മള് ഈ ടെറസിൽ വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തേക്കണത്. അപ്പൊ ഫസ്റ്റ് ഒരു ഫാമിലി ഫോട്ടോ എടുത്ത് നമ്മൾ തിരുവാതിരയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ തിരുവാതിരയൊക്കെ കളിച്ച് സദ്യയൊക്കെ കഴിച്ചിട്ട് പിന്നെ ഗെയിംസിലോട്ട് കടക്കാന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ. നോക്കൂ ഗൈസ്, വെളുപ്പിന് 6 മണിക്ക് ഞാൻ വന്ന് കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ഉണ്ടാക്കിയ അത്തക്കളാണ്. ഇതിട്ട ആൾക്കാർ ഇത് കേട്ടാ എന്നെ തല്ലിക്കൊല്ലും. ഫസ്റ്റ് തന്നെ ഫാമിലിയില് എൽഡേഴ്സ് ആയിട്ടുള്ളവരുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത്. എനിക്ക് പ്രായമായിട്ടില്ല, ഞാനിപ്പോഴും യങ്ങാണെന്ന് പറഞ്ഞിട്ട് ഗ്ലൈഡ് ചേച്ചി ഓടിക്കളയണതാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ഞങ്ങൾ ഗേൾസിന്റെ തിരുവാതിരയാണ്. വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് തന്നെ തിരുവാതിര വൻ ഫ്ലോപ്പായിരുന്നു. നിങ്ങക്ക് കാണുമ്പോ തന്നെ മനസ്സിലാകും, ഒരാള് അങ്ങോട്ട് കാണിക്കുമ്പോൾ മറ്റേ ഇങ്ങോട്ട് കാണിക്കും. ഒരു പേരിന്റെ കൂടെ കൈകൊട്ടി കളിക്കാൻ വേണ്ടി പോകുമ്പോൾ അയാളുടെ പേര് വേറൊരു പേരിന്റെ കൂടെ ഇരുന്ന് കളിക്കലുണ്ടാകും. അങ്ങനെ മൊത്തത്തിലൊരു അവിയൽ പരുവമായിരുന്നു ഞങ്ങളുടെ തിരുവാതിര. ബട്ട് സ്റ്റിൽ ഞങ്ങളത് നന്നായിട്ട് എൻജോയ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ടായിരുന്നു ഞങ്ങളത് കളിച്ചുകൊണ്ടിരുന്നത്. ഇതും ഒരു മെമ്മറി അല്ലേ. കണ്ടന്റ് കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പല മ്യൂസിക്കും എനിക്ക് കട്ട് ചെയ്തിട്ട് മാത്രമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇല്ലെങ്കിൽ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും എനിക്ക് കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഉണ്ടാകും. ഈ തിരുവാതിര പ്രാക്ടീസ് ആകെ ഞങ്ങൾ 1 മണിക്കൂർ മാത്രമേ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പാട്ടിന്റെ പകുതി മാത്രമേ ഞങ്ങൾ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് വെറുതെ കൈകൊട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീണ്ട ചിന്തകൾക്കൊടുവിൽ ബ്രൈറ്റ് സ്വന്തമായിട്ട് ഒരു സ്റ്റെപ്പ് കണ്ടുപിടിച്ച്, അപ്പൊ പിന്നെ ഞങ്ങളും അത് തന്നെ ഫോളോ ചെയ്തിട്ട് ബാക്കി കളിച്ച്.
അങ്ങനെ എന്തൊക്കെയോ കാണിച്ച് ഞങ്ങളുടെ തിരുവാതിര ഞങ്ങൾ സമംഗളം പര്യവസാനിപ്പിച്ചു. ഞങ്ങളുടെ തിരുവാതിര വൻ ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പാരൻസ് എങ്ങനെയാണ് തിരുവാതിര കളിക്കേണ്ടതെന്ന് നമ്മളെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് അവരുടെ വകയാണ് അടുത്ത തിരുവാതിര നടക്കാൻ പോണത്. സത്യം പറഞ്ഞാൽ നമ്മളെക്കാളും നന്നായിട്ട് അവർ കളിച്ചായിരുന്നു. കാരണം നമ്മൾ സെയിം സ്റ്റെപ്പ് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കളിക്കുമ്പോൾ അവർ പുതിയ പുതിയ സ്റ്റെപ്സ് ഇട്ടിട്ടായിരുന്നു തിരുവാതിര ഫുള്ള് കളിച്ചത്. അതും നമ്മളെപ്പോലെ ഇടക്കിടക്ക് നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് അവർ സ്റ്റെപ്സ് ഇട്ട് കളിച്ചായിരുന്നു. നടനം ചെയ്യണം നല്ല ചെടി ജലത്തിൽ വളർത്തിടണം. ഹൃദയതരമൊന്നു പാടിടുവാൻ ഉദ്യോഗമേതും കുറയ്ക്കരുതേ. വിദ്യുല താങ്ങി ചൊല്ലിടുക പദ്യങ്ങൾ ഭംഗി കലർന്നു നീ സദ്യമതാങ്ങി ധനന്തക പദ്യവിധയ തത്വം തത്വം എണ്ണു മക്കളും പാതയ ചന്ദ്രലേക്ക് നല്ല പദ്യങ്ങൾ നവസുമശേടി പൊഴിഞ്ഞും കളമണി മൊഴിഞ്ഞും സഖിഹെ കല്യാണി കരവേലി ശുഭവാണി ശുശ്രോണി നാം നന്ദി കുമ്മിയടിച്ചിടണം. കല്യാണി കരവേലി ശുഭവാണി ശുശ്രോണി നാം നന്ദി നന്നായി വണങ്ങി കുമ്മിയടിച്ചിടണം. നന്നായി വണങ്ങി കുമ്മിയടിച്ചിടണം. നന്നായി വണങ്ങി കുമ്മിയടിച്ചിടണം. തിരുവാതിരയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ സദ്യ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആദ്യം തന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറി നിരന്നിരുന്നു. അതെ, ഓൾവേസ് ലേഡീസ് ഫസ്റ്റ്. നമ്മളുടെ ഈ സദ്യ നമ്മൾ ഒരിടത്തുനിന്നും ഓർഡർ ചെയ്തതോ അല്ലെങ്കിൽ വാങ്ങിച്ചതോ അല്ല, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. അതായത് ഓരോ ഫാമിലിക്കും ഇത്ര ഐറ്റംസ് കൊണ്ടുവരണമെന്ന് നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്ത് അങ്ങനെയാണ് നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്തത്. ഒരു വീട്ടുകാര് 2 കറി അല്ലെങ്കിൽ ചിപ്സ്, ഉപ്പേരി അങ്ങനെയായിട്ട് നമ്മൾ ഓരോരുത്തർ കൊണ്ടുവന്ന് ഗ്യാദർ ചെയ്തിട്ടാണ് നമ്മൾ ഈ സദ്യ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാരുടെ പല പല ഫ്ലേവേഴ്സിലുള്ള കറികളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു. എല്ലാ കറികളും അടിപൊളിയായിരുന്നു. സദ്യ നല്ല ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ ലൈഫിൽ തന്നെ ഒരു ഓണം സീസൺ ആയിട്ട് ഇത്രയും സദ്യ കഴിച്ചൊരു വർഷം വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ 2025 ഞാൻ ഇത്രയും സദ്യ കഴിച്ചത്. അതും എല്ലാ സദ്യയും അടിപൊളിയായിരുന്നു. സദ്യയുടെ ടേസ്റ്റ് കൊണ്ട് മാത്രമല്ല, അത് കഴിക്കുമ്പോൾ നമ്മൾ ഓരോ ഫാമിലിയുടെ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് ടൈം സ്പെൻഡ് ചെയ്യണത്. അങ്ങനത്തെ ഒരു ടൈം കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ മൊമെന്റും ഭയങ്കര സ്പെഷ്യലായിരുന്നു. നോക്കൂ, അനീഷ, സുസൻ,
And listen to ad-free music anytime, anywhere. Grab it before the offer ends. Tap the banner now. ഇവളുമാര് കഴിഞ്ഞില്ലേ ഇത്? എത്ര നേരമായി? നിങ്ങൾ കഴിഞ്ഞില്ലേ? കുറെ നേരമല്ല. ഹലോ ഹലോ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഹാങ് ഓവറിൽ എല്ലാവരും റെസ്റ്റ് ചെയ്യണ സമയത്ത് ഇതുപോലെ ഓരോരുത്തരായിട്ട് ഓരോ കലാപരിപാടികളായിരുന്നു. മെറ്റാൻഡി ഡാൻസ് കളിച്ചു, പാട്ട് പാടി, ഗ്ലൈഡ് ചേച്ചി, ജിനിഞ്ചാട്ടയൊക്കെ പാട്ട് പാടി. എല്ലാവരും ആ ഒരു ടൈം മാക്സിമം എൻജോയ് ചെയ്യുന്നതാണ്. ഓരോ ചെറിയ മൊമെന്റും എല്ലാരും നന്നായിട്ട് ആഘോഷിച്ച് തന്നെ പറയണം. കാരണം ഇതൊക്കെ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ എല്ലാം നല്ലൊരു മെമ്മറീസ് ആയിട്ട് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്കെപ്പോഴും ഓർക്കാറില്ല. കലാപരിപാടികൾ അവിടെ നടക്കുന്ന സമയത്തും കുറച്ചുപേരൊക്കെ പിന്നെയും ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ആ സൈഡിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ. Let me move it one more time. Move it one more time. Let it come on. Get it on fire. കണ്ണട വെച്ചേ കഴിക്കൂ. എന്താ ഷീമാട്ടിയുടെ പരസ്യം പോലെ? ഷീമാട്ടി അങ്ങോട്ട് നടക്കുക, അങ്ങോട്ട് നടക്കുക. അടടമീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ തായ്മൊഴിയിൽ താടടമീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം. വടംവലിക്ക് ഗ്രൂപ്പ് സ്പ്ലിറ്റ്. ഞാൻ 2 ആണ്. അല്ല ഞാൻ 1 ആണ്. അവരെല്ലാം 2 ആണ്. ഞാൻ 1 ആണ്. ഇനി നമുക്ക് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ് നടക്കുന്നത്. വടംവലിക്ക് ആരൊക്കെയാണ് ടീം എന്നുള്ള ഡിസ്കഷൻ ആണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വടംവലി നമുക്ക് ടെറസിൽ വെച്ച് നടത്താൻ ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മള് ഇവിടെ മേളിൽ നടത്താൻ പറ്റിയ ഗെയിംസ് നടത്തിയിട്ടാണ് താഴേക്ക് പോണത്. ഇവിടെ കുറെ ആൾക്കാരുണ്ടല്ലേ. അതിലെ വടംവലി ആദ്യം വെച്ച വേറൊന്നല്ല, ഫസ്റ്റ് ഐസ് ഒരു ഏത്തക്കൊലയാണ്. ഒരു ടീം ഗായ്സ്, നിങ്ങളാണ് ടീം.
ഇവിടെ താഴെയിലാക്കാം. ഞങ്ങളുടെ ടീം സ്ട്രോങ്. നമ്മുടെ ടീം താഴേലേക്കല്ലേ? താഴെയല്ല, ഇവിടെ ഇല്ല. താഴെയാണ്. ഗ്രൂപ്പ് റെഡി ആയില്ലേ? അന്ന് നമുക്ക് ഇനി ഗ്രൂപ്പ് നടന്നു പോകുന്നിട്ട് ആരൊക്കെയാണെന്നുള്ളത്. ഈ ഗെയിം വടംവലിയല്ല, ഉറിയടിയാണ്. കാരണം ഇപ്പൊ ഉറിയടി, അതായത് ഈ ബക്കറ്റടി മത്സരം അതുകൊണ്ട് ഉറിയടിയാണ്. വലിയ ആൾക്കാരുടെ കോമ്പറ്റീഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് പിള്ളേരുടെ കടലപ്പറക്കൽ മത്സരമായിരുന്നു നമ്മൾ നടത്തിയത്. ഇവിടെ പിള്ളേരെല്ലാം ഇഷ്ടമാണ് അമ്മ. കാരണം പിള്ളേര് പ്രോപ്പറായിട്ട് ഓരോന്ന് വെച്ചെടുക്കുമ്പോ പിള്ളേരോട് കള്ളക്കളി കളിക്കാനായിട്ട് ഗൈഡ് ചെയ്ത് കൊടുക്കണേണ് ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന്. ഒരെണ്ണം എടുക്കണേ നേരം കുറെ എടുക്കുന്നാണ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറയണേ. പിള്ളേർ കടല വിറക്കിയത് എണ്ണയാണ്. എവിടെ മിക്ക നോക്കട്ടെ. അങ്ങനെ കടലപ്പറക്കൽ മത്സരത്തിന് മിക്കക്കാണ് ഫസ്റ്റ് പ്രൈസ്. അവള് വാരി ഇട്ടത് കൊണ്ടായിരിക്കാം മേ ബി ഇത്രയും നല്ലൊരു എമൗണ്ടിൽ കടല പറക്കാൻ പറ്റിയത്. സെക്കൻഡ് പ്രൈസ് റെബേക്കായിരുന്നു കിട്ടിയത്. അടുത്തതായി എല്ലാവരുടെയും കൂടിയിട്ടുള്ള കസേര കളിയായിരുന്നു നമ്മൾ നടത്തിയത്. കസേര കളിക്കായിരുന്നു ഏറ്റവും കൂടുതൽ കള്ളക്കളി ഉണ്ടായിരുന്നത്. ചിലര് ഒരു കസേര വിട്ടിട്ട് പതിയെ ഓടും, ചിലര് ഒരു കസേര മാത്രം പിടിച്ചു ഓടും. അങ്ങനെ മൊത്തം കള്ളക്കളി നടന്നത് ഈ കസേര കളിക്കായിരുന്നു. കസേരകളിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ആൻവിനും സെക്കൻഡ് പ്രൈസ് കിട്ടിയത് രേഷ്മ ചേച്ചിക്കുമായിരുന്നു. അടുത്തതായി നമ്മൾ നടത്തിയത് ഉറിയടി മത്സരമായിരുന്നു. ഉറിയുടെ അഭാവത്തിൽ നമ്മൾ ബക്കറ്റാണ് വെച്ചേക്കണത്, സ്റ്റീൽ ബക്കറ്റ്. അത് പായസം കൊണ്ടുവന്ന ബക്കറ്റായിരുന്നു എന്നാണ് എന്റെ ഒരു നിഗമനം.
ഉറിയടിയുടെ കുറച്ച് ആവേശം കൂടിപ്പോയത് കൊണ്ടിട്ട് ഗ്ലൈഡ് ചേച്ചി നേരെ ചെന്നടിച്ചത് ഫാനിന്റെ ലൈനിലിട്ടായിരുന്നു. അതിന് നമ്മള് ഈ പരിപാടിയുടെ അവസാനം ഒരു പ്രത്യേക പ്രോത്സാഹന സമ്മാനം കൂടെ കൊടുത്തായിരുന്നു, ബെസ്റ്റ് നശിപ്പിക്കാനും വേണ്ടിയിട്ട്. നമ്മുടെ ഈ ഓണം സെലിബ്രേഷന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു വടംവലി മത്സരം. ആ വടംവലി മത്സരത്തിന് മുമ്പായിട്ട് ജൊഹാനും സവിനും കൂടെ ജസ്റ്റ് ഒന്ന് വടം വലിച്ചു നോക്കണ ഒരു സീനാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന നമ്മുടെ വടംവലി മത്സരം ഇത് ആരംഭിക്കാൻ പോവാണ്. ആദ്യത്തെ റൗണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ട്രയൽ പോലെ മാത്രമാണ് നടത്തിയത്. എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നടത്തിയൊരു റൗണ്ടായിരുന്നു ഫസ്റ്റ് റൗണ്ട്. അതിന് ഗേറ്റിന്റെ സൈഡിലുള്ള ആൾക്കാരായിരുന്നു ജയിച്ചത്. സത്യം പറഞ്ഞ ആ ട്രയൽ റൗണ്ട് നടത്താൻ വേണ്ടി മാത്രമേ നമ്മുടെ വടം നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് വടം മൊത്തം പൊട്ടിപ്പോയി. കാരണം അത്രയ്ക്ക് ആത്മാർത്ഥതയിലായിരുന്നു രണ്ട് ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും വടം വലിച്ചത്. പിന്നെ വടത്തിന് ഒരു 10 വർഷം പഴക്കം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് എല്ലാം ബാലൻസ് ആയി. എല്ലാവരുടെയും നടുവും കൈയും കാലൊക്കെ നല്ല വേദനയായിരുന്നു. വലിയ വലിയ പരിക്കുകളൊന്നും ഇല്ലാണ്ട് ചെറിയ ചെറിയ ചതവും മുളുക്കൊക്കെ ആയിട്ട് ഓരോരുത്തരും അവിടെ ഇവിടെ ഇരിപ്പായിരുന്നു. എല്ലാവർക്കും പരിക്കുകളാണ് ഗൈസ്. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും ഏറ്റവും കൂടുതൽ പുള്ളുണ്ടായിരുന്നത് ഗേറ്റിന്റെ സൈഡിലുള്ള ആൾക്കാരായതുകൊണ്ടും ട്രയൽ റൗണ്ടിൽ ഗേറ്റിന്റെ സൈഡിലുള്ള ആൾക്കാരാണ് ജയിച്ചത് കൊണ്ടും നമ്മൾ അവരെ വിന്നേഴ്സായിട്ട് പ്രഖ്യാപിച്ചു. വടം വലിച്ച് വടം പൊട്ടിയതിന്റെ വീഡിയോ കിട്ടിയോന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാരും വന്ന് ചോദിച്ചുകൊണ്ടിരിക്കണായിരുന്നു. എന്തായാലും നമുക്ക് ആ വീഡിയോ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഇങ്ങനത്തെ ഒരു സംഭവം നടന്നതായിരുന്നു ഈ പരിപാടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എല്ലാവർക്കും എന്നും ഓർത്ത് ചിരിക്കാനും എന്നും എടുത്തെടുത്ത് വീഡിയോ കാണാൻ വേണ്ടിയിട്ടും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും ആ വടംവലിയുടെ രംഗം. ക്ഷീണം മാറട്ടെ, എല്ലാരും ഓരോ പഴം തന്നെ, ഏത്തപ്പഴം തന്നെ, ക്ഷീണം മാറട്ടെ. സൂപ്പർ. ഇതാ ക്ഷീണം മാറ്റി കഴിച്ച് ജയിച്ചെന്ന് ഇവര് പറയുന്നു. പക്ഷേ ജയിച്ചത് ഗേറ്റ് വശം കൊണ്ടാണ്. ഗേറ്റ് വശമുള്ളവരെല്ലാവരും പെട്ടെന്ന് പഴം തിന്നവർക്ക് അതിലും കുറച്ച് നമുക്ക് സെക്കൻഡ് ഒപ്പം അത് അടുത്ത റൗണ്ടിന്റെ ഒപ്പം സെമീന്റെ ഒപ്പം റെഡിയാക്കരുത്. കയറി മത്സരത്തിൽ നേരത്തെ പോലെ സെമിയിലേക്ക് എൻട്രി ആയിട്ടുണ്ട്. അവിടെ നിന്നായിരിക്കും എടുത്ത് കളയുന്നത്. അടുത്തതായി ടീം വൈസുള്ള ബണ്ണ് തീറ്റ മത്സരമായിരുന്നു. ഒരു ബണ്ണ് ഒരാൾ തീർന്ന് കംപ്ലീറ്റ് ആയതിനു ശേഷം ടീമിലുള്ള അടുത്ത മെമ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ ഏറ്റവും ഫസ്റ്റ് ഏത് ടീമാണോ ബണ്ണ് തിന്ന് തീർക്കണത് അവരായിരിക്കും വിന്നേഴ്സ്. ആ മത്സരത്തിൽ ഞങ്ങളുടെ ടീമായിരുന്നു ഫസ്റ്റ്.
ഒരു പെണ്ണൊക്കെ ഒരു വെറും പെണ്ണാണെന്ന് കണ്ടുകൊണ്ട് രേഷ്മ മുന്നോടി ഒന്നും ഞാൻ വിട്ടുപിടിക്കില്ല എന്ന് പറഞ്ഞ് ഉഷാബയെ പറയുന്നുണ്ട്. ചുട്ടുപൊള്ളി മരുഭൂമി നഗരം എനിക്കാരുണ്ട് ഇവിടെ പ്രാസം ഞാൻ നാട്ടിൽ പൂവിടങ്ങളിൽ വർണ്ണത്തിൽ കഷ്ടപ്പെട്ട പണിയാ അല്ല സെക്കൻഡ് കഴിഞ്ഞെന്ന് പറഞ്ഞത്. അങ്ങനെ തേർഡ് സിൻഡ്രല്ല കൊണ്ടുപോയിരിക്കുന്നു. സിൻഡ്രലാൻഡ് ടീം. ഗേൾസിന്റെ മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ബോയ്സിന്റെ മത്സരം തുടങ്ങിയായിരുന്നു. അതിന് ഫസ്റ്റ് പ്രൈസ് ആയത് ജൊഹാന്റെ ടീമിനായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തത് സവിന്റെ ടീമിന് കിട്ടും എന്നായിരുന്നു. ബട്ട് സവിൻ തന്നെ ഫസ്റ്റ് നല്ല ലാഗ് വരുത്തിയതുകൊണ്ട് അവരുടെ ടീമിന് വിന്നേഴ്സ് ആവാൻ പറ്റിയില്ല. സവിൻ കണ്ട ജൊഹാനൊക്കെ കാണ്. അവിടെയൊക്കെ കളിക്കേണ്ടി വന്നില്ല. ഫസ്റ്റ് സെക്കൻഡ് നിങ്ങൾ തമ്മിലാണ് കോമ്പറ്റീഷൻ. അങ്ങനെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങളുടെ വക ഒരു ചെറിയ ഡാൻസ് ആണേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില മ്യൂസിക്കും ചില പാട്ടിന്റെ പോർഷനൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. என்னடி சித்திரமே இங்க நீ பத்திரமே சொல்லடி கட்டளை என்ன நான் செய்வேனே அன்புல பெற்றவமே தங்குற கட்டடமே ரத்தமே முத்தமே சாமியே தொட்டுறவரும் திறனே உன்னை கண்டு திறனே சேவையில திறனே அந்த பக்கம் நடந்து போகிறேன்.
அடியை போட்டு விட்டுருவேன். என்ன சண்டைக்கு கூட்டாவும் இந்த பந்தயம் போட்டு நான் போல வந்தண்டி மன்னிப்பு கேட்டு அப்ப எனக்கு போறாங்கல்ல ஜீப்ல வச்சு கண்ண கொண்டாட்டி அவங்க டாக்டரை நாங்க வரவேன் வாங்க உன்னாங்க மாமி அப்பவே நம்பி என்னோட ஏரியா பாஸ்தி பிளாட்டை மரியா. അങ്ങനെ രാത്രിയായി ഗൈസ്. ഇനി ഡിന്നറിനുള്ള പരിപാടികളാണ്. ഉച്ചക്കത്തെ ഫുഡും പിന്നെ ചിക്കൻ കറിയും ഒക്കെ ആയിട്ട് നമുക്ക് കൂടാം. ഇവിടെ വന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എന്റെ പേരിലും ഫാമിലിയുടെ പേരിലും ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുന്നു. നമ്മളിത് നടത്തിയ മത്സരങ്ങൾക്ക് സമ്മാനദാനം നൽകാനായിട്ട് നമ്മുടെ മാവേലി ഇവിടെ എത്തിയിട്ടുണ്ട്. മാവേലിനെ തുറന്നു കൈയടിയോടെ എല്ലാവർക്കും സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈയടി കൊടുക്കണം മാവേലിക്ക്. കാറ്റിന്റെ സഞ്ചാരം ഇലയിട്ടു വിളങ്ങുന്ന രുചികളിൽ വിടരും ഫസ്റ്റ് പ്രൈസ് goes to നിക്കോ മരിയ. നല്ലൊരു കൈയടി കൊടുക്കും. തേർഡ് പ്രൈസ് അടുത്തതായി കസേരകളി മത്സരത്തിന് മനീഷ. വിളമ്പാനായില നിരപ്പുള്ള മറിഞ്ഞിവാ മിനിഞ്ഞിവാ. അടുത്തതായി സമ്മാനദാനം നിർവഹിക്കാനായിട്ട് വൈകിയ വേളയിൽ കൈയടി കൊടുക്കും. സെക്കൻഡ് പ്രൈസ് goes to കൈയടി കൊടുക്കും. ഫസ്റ്റ് പ്രൈസ് to choose from. Unlimited Love, B6, Mahindra Electric Origin SUVs. ഇറങ്ങി വந்தாச்சு கடலை கொந்தளிக்கும் சுனாமியே உண்டாச்சு மணிக்காலூச்சி எதுக்கா எனர்ജി കണ്ണിച്ചിങ് മത്സരം, അതായത് കണ്ണ് കുത്തിക്കേറ്റ് തിന്നതിനുള്ള സമ്മാനമാണ്. ഫസ്റ്റ് പ്രൈസ് goes to ഫസ്റ്റ് പ്രൈസ് വരുന്നത് ഫസ്റ്റ് ടീം രേഷ്മ, സെഫാനിയ, അമ്മു. ഇവരുടെ ടീമിനാണ് ഫസ്റ്റ് പ്രൈസ്. കൈയടി പോരട്ടാ. എന്താ ഇത്?
Sali quando tu macchina più sotto sono wanda, macchina ramunda, talaga masa perché la sa. Love you Monica, baby Monica, Monica, love you Monica. Ano Monica? അവട്ടെ ചിരിക്കണ ചുണ്ട് 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 മുടിമേല മണപെറുത്തണം മലയാളക്കരയിലൊക്കെ വിളമ്പാന ഇളന്നിടക്കുന്ന മതിനിവാ ഏതുമൂട് ഏതുമൂട് ഉക്കളമൂട് ഏതുമൂട് മുണ്ടുമൂട് ഏതുമൂട് സാരിമൂട് ഏതുമൂട് 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 ഓണമൂട് ഏതുപൊളിയിൽ കൊച്ചിക്കരും മലബാറും പഴത്തുണിയിൽ ಮಾನಿನಂಗರ ವಿರಜಪೇಟ ದೊಂಡಗೆಯ ಮಾನಿನಂಗರ മാനിനങ്കര ദൊണ്ടಗೆಯ മാനിനಂಗರ പ്രൈസ് കൊടുക്കേണ്ടതാണ്. മാനിനങ്കരക്ക് ನಲ್ಲಿ ಕೊಟ್ಟು ಮಾನಿನಂಗರಕ್ಕೆ ನಲ್ಲಿ ಕೊಡು ಮಾನಿನಂಗರಕ್ಕೆ ಒಳ್ಳೆರ ಮಾನಿನಂಗರ അങ്ങനെ കുറച്ച് ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഓണം സെലിബ്രേഷൻ, ഫാമിലി ഓണം സെലിബ്രേഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ മറക്കാതെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് മറക്കാണ്ട് കമന്റ് ചെയ്യണേ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.